സെഫന്യാവ്. പ്രിയ കൂട്ടുകാരെ, ബൈബിൾ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ 36-ാമത്തെ പുസ്തകമായ സെഫന്യാവിലേക്ക് കടക്കുകയാണ്. ബൈബിളിൽ പുസ്തകം അടുക്കി വെച്ചിരിക്കുന്ന ക്രമത്തെ പരിഗണിച്ചാൽ സെഫന്യാവിൻ്റെ പുസ്തകമാണ് പ്രവാസത്തിന് മുമ്പ് എഴുതിയ പുസ്തകങ്ങളിൽ അവസാനത്തേതായി വെച്ചിട്ടുള്ളത്. യഹൂദ രാജാവായ യോശിയാവിൻ്റെ കാലത്താണ് യഹോവ സെഫന്യാവ് മുഖാന്തരം യഹൂദയോടുള്ള അരുളപ്പാടുകൾ നടത്തിയത്. യോശിയാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ മകനായ മനശ്ശെയുടെ കൊച്ചുമകനാണ്. സെഫന്യാവും അതേ ഹിസ്കിയാവിൻ്റെ മറ്റൊരു മകനായ അമര്യാവിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ കൊച്ചുമകനാണ്. അതുപോലെ തന്നെ സെഫന്യാവ് യോശിയാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യിരെമ്യാവിൻ്റെ സമകാലീനനുമാണ്. സെഫന്യാവ് തൻ്റെ പ്രവചനങ്ങൾ തുടങ്ങുമ്പോൾ വടക്ക് ദേശമായ ഇസ്രായേൽ പൂർണ്ണമായി അശൂരിലേക്ക് പ്രവാസത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ അകൃത്യവും വിശ്വാസത്യാഗവും അതിന് ദൈവം നൽകിയ ശിക്ഷയും നേരിട്ട് കണ്ടതാണെങ്കിലും യഹൂദയും ആ വഴി തന്നെ പിന്തുടർന്നു. ആ സമയത്ത് ദൈവം പല പ്രവാചകന്മാരെയും അയച്ച് ഇസ്രായേലിന് മടങ്ങി വരാനുള്ള ആഹ്വാനത്തെ നൽകിയെങ്കിലും അതനുസരിക്കുവാനോ വിഗ്രഹങ്ങളെ വിട്ട് പിന്മാറുവാനോ അവർ തയ്യാറായില്ല. ദൈവം ഇസ്രായേലിനെ സർവ്വലോകത്തിൽ നിന്നും തനിക്ക് സ്വന്തമായി തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ ഇസ്രായേലിനെ കണ്ട് സർവ്വജനവും സത്യദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. എന്നാൽ ഇസ്രായേൽ തന്നെയും ഈ സത്യദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ദൈവം സെഫന്യാവിലൂടെ യഹൂദയോട് മടങ്ങി വരാനുള്ള ആഹ്വാനത്തെ നൽകിയത്. മടങ്ങി വരാതിരുന്നാൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ദൈവം അവർക്ക് നൽകി. ആ മുന്നറിയിപ്പ് പക്ഷേ യഹൂദയ്ക്ക് മാത്രമായിരുന്നില്ല, അത് സർവ്വജനതയ്ക്കുമുള്ളതായിരുന്നു. ആ ദിവസത്തിൽ യഹോവയെ വിട്ട് പിന്മാറിയവരെയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരെയും ഛേദിച്ചു കളയുമെന്നും യഹോവ സെഫന്യാവ് മുഖാന്തരം അരുളി ചെയ്തു. യഹോവയെ അറിയുന്നവരെയും അറിയാത്തവരെയും ഒരുപോലെ ന്യായം വിധിക്കാനുള്ള സർവാധികാരം ദൈവത്തിനുണ്ട്. കാരണം ദൈവമുണ്ടെന്നറിയാനുള്ളതെല്ലാം ദൈവം അതിശയകരമായി സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് കണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. പൂർണ്ണ ഹൃദയത്തോടെ അത് ചെയ്യുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും എന്ന് തിരുവചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ലാത്തതിനാൽ നാം അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തും. നമുക്ക് പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. യഹോവ യഹൂദയോടും ചുറ്റുമുള്ള ജാതികളോടും അവരുടെ അകൃത്യത്തിനുള്ള ശിക്ഷ വിളിച്ചറിയിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം അവർ മടങ്ങി വന്ന് രക്ഷ പ്രാപിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മടങ്ങി വരുന്നുവെങ്കിൽ അവർക്കുള്ള അനുഗ്രഹങ്ങളെയും അറിയിച്ചുകൊണ്ടാണ് സെഫന്യാവിൻ്റെ പുസ്തകം അവസാനിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ.